നമസ്കാരം സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും അറിയാം രേണുസുതിയെ, നമ്മുടെ സുധിച്ചേട്ടൻ്റെ ഭാര്യയാണ്. പുള്ളിക്കാരത്തി സുധിച്ചേട്ടൻ മരിച്ച കാലം മുതൽ എയറിലാണ്. ആദ്യമൊക്കെ എല്ലാവർക്കും പുള്ളിക്കാരത്തിയോട് ഒരു സഹതാപ തരംഗമായിരുന്നു. പിന്നെ അത് മാറി 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 ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ പോലെ. ക്യാമ്പയിൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ആളുകൾക്ക് ഒരു ഹെയ്റ്റ് തോന്നാൻ കാരണം ഇവരുടെ കയ്യിരിപ്പൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഇവർ സംസാരിക്കുന്ന രീതി, ഇവർ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ കാരണം ആളുകൾക്ക് ഒരു ഹെയ്റ്റ് വരാൻ തുടങ്ങി. ഇവർ ഇടുന്ന വീഡിയോസ് താഴെ എല്ലാം നെഗറ്റീവ് കമൻറ്റ്. ചിലപ്പോഴൊക്കെ അത് ഓവറല്ലേ എന്ന് തോന്നാറുണ്ട്. പക്ഷെ പിന്നെ ആലോചിക്കുമ്പോൾ തോന്നും, എടാ ഇവർ വരുത്തി വെക്കുന്നതാണല്ലോ. പക്ഷെ എങ്കിലും ഇടയ്ക്കൊക്കെ അത് ഓവറായിട്ട് തോന്നാറുണ്ട്. അവർ ജീവിച്ച് അവരുടെ പാട്ടിന് പോട്ടെ എന്നൊക്കെയാണ് ഞാനും ചിന്തിക്കാറുള്ളൂ പലപ്പോഴും. അവരെ കുറെ തെറി പറഞ്ഞ് അവരെ എന്തെങ്കിലും പറഞ്ഞ് വല്ല കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ അതുപോലൊരു കാര്യം വന്നിട്ടുണ്ട്. അതായത് സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം സുധിച്ചേട്ടൻ്റെയും രേണുവിൻ്റെയും മക്കളായിട്ടുള്ള ഋതപ്പനും കിച്ചുവിനും വേണ്ടിയിട്ട് ഒരു പള്ളിയിലച്ഛൻ വീട് വെക്കാനായിട്ട് കുറച്ച് സ്ഥലം കൊടുത്തു. പിന്നെ എല്ലാവരും കൂടെ സഹായിച്ചിട്ട് അവിടെ ഒരു വീട് വെച്ചു. വീട് വെച്ചത് ഫിറോസ് എന്ന് പറയുന്ന ഒരു ബിൽഡറാണ്. പുള്ളിക്കാരനാണ് അത് ഏറ്റെടുത്തിട്ട് ആ വീടൊക്കെ വെച്ച് കൊടുത്തതും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ആ വീട് ശരിക്കും ആർക്കുള്ളതാണ്? ഋതപ്പനും കിച്ചുവിനും ഉള്ളതാണ്. പക്ഷെ ആ വീട്ടിൽ അമ്മയായിട്ടുള്ള രേണു താമസിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ രേണുവിൻ്റെ അച്ഛനും അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കിച്ചു ആ വീട്ടിൽ താമസിക്കാതെ വരുന്ന സിറ്റുവേഷൻ. കിച്ചു കൊല്ലത്തുള്ള സുധിച്ചേട്ടൻ്റെ വീട്ടിലും ഈ ഋതപ്പനും രേണുവും അവർ അപ്പനും ഒക്കെ കോട്ടയത്തുള്ള ഈ ആളുകൾ വെച്ചു കൊടുത്ത ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പം തന്നെ ആളുകളുടെ ഇടയിൽ, സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായി. കാര്യം കിച്ചുവിന് അമ്മയില്ല, അച്ഛനില്ല. അതായത് സുധിച്ചേട്ടൻ്റെ ആദ്യത്തെ ബന്ധത്തിലുള്ള ആണല്ലോ കിച്ചു. അപ്പോൾ കിച്ചു മാറി താമസിക്കുന്നു, ഇവർ കുടുംബമായിട്ട് വേറെ താമസിക്കുന്നു. അപ്പോൾ ഒരു വേർവ്യത്യാസം ഉണ്ടോ, കിച്ചുവിനെ ഒഴിവാക്കിയോ എന്നുള്ള രീതിയിലൊക്കെ ഒരു സംസാരം ഉണ്ടാകുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ ഈ വെച്ച് കൊടുത്ത വീടുമായി ബന്ധപ്പെട്ട് രേണുസുതി ഒരു വിവാദപരമായിട്ടുള്ള ഒരു പരാമർശം നടത്തുന്നത്. ആ വീടിന് ചോർച്ചയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് കേട്ട ഈ ബിൽഡറായിട്ടുള്ള ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി മിണ്ടാതിരിക്കുകയോ, അങ്ങേര് അതിനെ റിയാക്ട് ചെയ്തു. പിന്നെ നാട്ടുകാരെല്ലാം കൂടെ എടുത്ത് അങ്ങോട്ട് പിന്നെ രേണുസുതിക്കെതിരെയായി. അപ്പൊ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ രേണുസുതി ഒരു ഇന്റർവ്യൂവിൽ അപ്പനുമായിട്ട് വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതിലെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ചോർച്ചയെന്ന് പറഞ്ഞാൽ നമ്മൾ എറിച്ചിലും ചോർച്ചയെന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ എറിച്ചിലടിക്കാന്ന് കേട്ടിട്ടുണ്ടോന്ന് അറിയാം. ഓരോ സ്ഥലത്തും ഓരോ വാക്കുകളാണ്. നമ്മളെ വീടിനകത്തിരുന്ന മഴ പെയ്യുമ്പം വെള്ളം അകത്ത് കയറുന്നതിനാണ് ഞാൻ ചോർച്ചയെന്ന് പറഞ്ഞത്. അത് എറിച്ചിലടിക്കാന്നും പറയും. ഞാൻ എൻ്റെ വായിൽ അത് ചോർച്ചയായിട്ടാണ് വന്നത്. അതായത് ഇങ്ങനെ ചോർന്ന എറിച്ചിൽ, വീടിനകത്ത് എന്തായാലും വെള്ളം വരും മഴ പെയ്യുമ്പോൾ. വീട് ചോർന്നിങ്ങനെ ഈ എന്തുവാ ഇവര് പണിത് ഈ വാർത്ത് വെച്ചേക്കുന്നെന്ന് പറയും. കമ്പി കെട്ടി വാർക്ക വീടെന്ന് പറയില്ലേ, വാർക്ക വീട്, ഓട് വീട്. അപ്പൊ ഈ ഭാഗത്ത് വാർക്ക വീടിന്റെ അകത്ത് വാർക്ക ഉള്ള ഭാഗത്തൂടെ അല്ല ചോരുന്നെന്ന് ഞാൻ പറഞ്ഞു. ഈ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ലിവിങ് ഏരിയ, ഇവിടെ ഈ മുകളിലോട്ട് കുറച്ച് അഴികളുണ്ട്. അവിടെ നിന്ന് എന്തായാലും വെള്ളം ഇങ്ങോട്ട് അടിച്ചു കയറും. ഇതാണ് ഞാൻ പറഞ്ഞ നനയുന്നുണ്ടെന്ന്, ചോരുന്നുണ്ടെന്ന്. എന്റെ പൊന്ന് രേണു ചേച്ചി, നിങ്ങൾക്ക് ഇതുവരെ ഇത്രയും പ്രായമല്ലേ, ചോർച്ചയും എറിച്ചും തമ്മിലുള്ള വ്യത്യാസം ഇതുവരെ അറിയത്തില്ല? അത് വളരെ മോശമാണ് കേട്ടോ. നിങ്ങൾ വായി തോന്നിയത് വിളിച്ച് പറഞ്ഞിട്ട് ആൾക്കാരെല്ലാവരും കൂടെ നിങ്ങളെ കയറ്റി കഴിഞ്ഞപ്പോൾ നിങ്ങൾ മാറ്റി പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എവിഡൻസ് കാണിക്കണം. മഴ പെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നതെന്നുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കണം. അപ്പോൾ നമുക്കത് മനസ്സിലാകും നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ നിങ്ങൾ തോന്നിയതുപോലൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ബാക്കി കാണാം. ഈ തേപ്പെന്ന് പറയുന്നത്, ഈ വീട് തേച്ചിരിക്കുന്നത് സിമെന്റും മണലും ഇല്ലാതെയാണ്. സിമെന്റും എംസാൻഡും ഇല്ല. സാധാരണ വീട് പണി നമ്മുടെ ഈ കേരളത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത്, ഞാനൊരു കെട്ടണ പണിക്കാരനായിരുന്നു. അങ്ങനെ തേച്ച് ഇത് കെട്ടിക്കഴിഞ്ഞാൽ തേപ്പെന്ന് പറയുന്ന സാധനം തേക്കുന്നത് സിമെന്റും മണലുണ്ടെങ്കിൽ മണലില്ലെങ്കിൽ എംസാൻഡ് തട്ടുന്നത്. ഇവിടെ വെറും ഒരു എന്താ പറയുക, ക്ലേ പോലെ ഒരു സാധനം, കുമ്മായം പോലെ പാക്കറ്റ്, കുമ്മായം പോലെ, അത് 50 കിലോയുടെ പാക്കറ്റ് കൊണ്ടടിച്ച്. ഞാൻ അന്ന് ചോദിച്ചത് നിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, ഇപ്പോഴത്തെ ആധുനിക മോഡൽ എല്ലായിടത്തും ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എനിക്ക് തർക്കിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുന്ന നാട്ടുകാർ. അപ്പൊ ഞാനൊന്നും മിണ്ടാതെ പറയുന്നത്, എനിക്ക് വർക്കറിയാം, ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷെ ഈ വീടിന്റെ അതാണ് തേപ്പ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിന്റെ തറകെട്ട്, ഇതിന്റെ ഭിത്തികെട്ട്, ഇതിന്റെ കോൺക്രീറ്റ്, ഇതെല്ലാം നല്ല മാന്യമായിട്ട് ചെയ്തു. ബാക്കി ഇത് തേച്ചത് പ്ലാസ്റ്ററിങ് കംപ്ലീറ്റ് ഈ കുമ്മായം കൊണ്ട് തേച്ചത് കൊണ്ട് മുഴുവനും മഴ നനഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക പുറകിൽ. ഈ വ്യക്തിയാണ് ഈ കഴിഞ്ഞ ദിവസം രേണു ഇവിടെ നനയെന്ന് പറഞ്ഞപ്പം രേണു പറഞ്ഞ പച്ച കള്ളമാണെന്ന്. കാരണം ഇത് പുള്ളി ഉദ്ദേശം എന്താ അറിയാമോ? കുമ്മായം ഒന്നുമല്ല, ഇത് ജിപ്സം പ്ലാസ്റ്ററിംഗ് എന്ന് പറയും. പുതിയ ടെക്നോളജിയാണ്. ചേട്ടന് വലിയ പരിചയമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ആ സാധനം തേച്ചു, അത് തേച്ചിട്ട് ഒലിച്ചു പോകുന്നുണ്ട്, അതവിടെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തെളിവ് സഹിതം കാണിക്കും. ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് കാണത്തില്ലേ? എന്നിട്ട് അത് കൊണ്ടുവന്ന് ഈ ഇന്റർവ്യൂവിൽ വെച്ചിട്ട് സംസാരിക്കും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ, ഇത് ഞാൻ കാണിക്കാം, ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ കാര്യമില്ല. ഇപ്പൊ ഈ ഇന്റർവ്യൂ എന്തിനാണ് വിളിച്ചത്? ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. അപ്പൊ വീട്ടിൽ നിന്ന് ആ ഫോട്ടോ എടുത്തുകൊണ്ട് വരണം, ഒരു വീഡിയോ എടുത്തുകൊണ്ട് വരണം.
ഇതാണ് ഈ വീടിന്റെ അവസ്ഥ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീട് പണിഞ്ഞ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ആ വ്യക്തി വന്നിട്ട് ഇത് ശരിയാക്കി തരുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇത് ചുമ്മാ ഇരുന്നിട്ട് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അവിടെ സംഭവം ഉണ്ടായി, ആ വീടിന്റെ അവസ്ഥ ഇതാണ്, വളരെ കഷ്ടമാണ്, ഇത് കുമ്മായം തേച്ചിട്ടാണ്, ഞാൻ വലിയ പണിക്കാരനാണ് എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ബാക്കി കാണാം. എല്ലാ ലോകരും ഈ ഫിറോസും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ദേവനെ പറഞ്ഞു, ഞങ്ങളെ പറഞ്ഞു, 5 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ കാര്യം ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ആരവനെ സംരക്ഷിക്കും? ആര് സംരക്ഷിക്കും? അതുവരെ ഇവരാരും കൂടി ഞങ്ങൾ ഏൽപ്പിക്കുന്നില്ല നിങ്ങൾ സംരക്ഷിക്കാൻ. ആഹാ, അത് കൊള്ളാമല്ലോ. നിങ്ങൾ എന്ത് വർത്താനം ഈ പറയുന്നത്? ആ കുട്ടിയെ, ആ കുഞ്ഞിനെ ആര് സംരക്ഷിക്കും? നാണോ ഇല്ല എന്ന് ചോദിക്കാനായിട്ട്? നിങ്ങൾ സംരക്ഷിക്കണം. നിങ്ങൾ ആരാ? ആ കൊച്ചിന്റെ അപ്പൂപ്പനാ? അമ്മയുടെ അപ്പനാ? അപ്പുറത്തിരിക്കുന്ന ആരാ? ആ കൊച്ചിന്റെ അമ്മയാ? നിങ്ങൾക്ക് നോക്കാവില്ല ആ കൊച്ചിനെ? അല്ല നാട്ടുകാർ നോക്കണം ആ കൊച്ചിനെ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് അഥവാ നോക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു ചെലവില്ലല്ലോ. ആ കുട്ടിയുടെ ചെലവ് ഫുൾ ഏറ്റെടുത്തേക്കുന്ന ആരാ? ഫ്ലവേഴ്സ് TV ആണ്. ആ കൊച്ചിനെ വളർത്തി വലുതാക്കുന്നതും വരെ ഉള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തോളും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പൈസ മുടക്കൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ആ കുഞ്ഞിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുക, ആ കുഞ്ഞിനെ നന്നായിട്ട് നോക്കുക. ബാക്കി ചെലവും കാര്യങ്ങളൊക്കെ ഫ്ലവേഴ്സ് TV നോക്കും. പിന്നെ നിങ്ങൾ എന്ത് വർത്താനമാണ് പറയുന്നത്? ആ കൊച്ചിനെ ആര് നോക്കുമെന്ന്? ഇങ്ങനെ ഒരുമാതിരി അഹങ്കാരം പിടിച്ച രീതിയിൽ സംസാരിക്കില്ല. ഒട്ടും എന്താ പറയുക, നന്ദിയില്ലാത്ത രീതിയിൽ സംസാരിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറ ഫ്ലവേഴ്സ് TV നോക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അത് പറ. ചുമ്മാ വായിച്ചു ആര് നോക്കും? അവര് നോക്കുന്നത് പോരെ. ഇനി ആരാ നോക്കണത്? ആ കുട്ടിക്ക് ഒരു കുറവും വരാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അത് സുധിച്ചേട്ടനോടുള്ള ഒരു ബഹുമാന സ്നേഹം കൊണ്ടാണ് അവരത് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ ഒരുമാതിരി വലിയ വേണ്ട കേട്ടോ. ഇന്ന കാര്യത്തിൽ സത്യസന്ധത വേണം. ഈ പറഞ്ഞ വ്യക്തികൾക്കും കുടുംബവും കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് ഓർക്കണം. അതിന് എത്ര വലിയ സമ്പന്നനായിക്കോട്ടെ, അല്ല വലിയ കോൺട്രാക്ട് ആയിക്കോട്ടെ, ഇതാണോ പുള്ളി ചെയ്യേണ്ട കാര്യം? ഈ വീടിന്റെ അവസ്ഥ നിങ്ങൾ കാണണം. പുറമെ ഞാൻ എടുത്ത് കാണിക്കാം. അന്നേരം അതിന്റെ എണ്ണം വരുള്ളൂ. തട്ടി വലിച്ചോലെ മുഴുവൻ മേളിന്ന് താഴോട്ട് അടർന്നു വീണോണ്ടിരിക്കുക. അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോൾ ഭിത്തി ഇങ്ങനെ അകത്ത് പെയിന്റും എല്ലാം കാണും, പുറത്ത് കറുത്തിരിക്കും മുഴുവൻ. അതിന്റെ ആ സിമെന്റും കൂടെ, കട്ടയുടെ സിമെന്റും കൂടെ തേപ്പില്ലെങ്കിൽ കട്ട നനഞ്ഞു പോകും. അങ്ങനെ വീടിന്റെ അവസ്ഥ, ഈ സാധനം ഫിറ്റ് ചെയ്തതിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. ഇതൊന്നും ഞാൻ പറയുന്നില്ല, മനഃപൂർവ്വം ഞാൻ മിണ്ടാതിരുന്ന. ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ള ഒരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദയവേത് നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കരുത്. ഇതുപോലുള്ള വീട് ഉണ്ടാക്കി കൊടുക്കരുത്. ഇത് നല്ല കൂത്തായി കൊള്ളാം. ഇതാണ് പറയുന്നത്. നമ്മുടെ നാട്ടില് ഒരു സഹായവും ആർക്കും ചെയ്യരുത്. ഒരു നന്ദിയും കാണത്തില്ല. നന്ദി കാണിച്ചോട് നിങ്ങൾ നടക്കണമെന്ന് പറയുന്നില്ല, പക്ഷെ ആ കിട്ടിയതിന് തീരെ വാല്യൂ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ സംസാരിക്കരുത്. വളരെ മോശമാണ്. ഈ ദാനം കിട്ടിയ പശുവിന്റെ പല്ല് എണ്ണാൻ പാടില്ല എന്നൊരു ചൊല്ലുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആരെങ്കിലും മനസ്സറിഞ്ഞ് തരുന്ന സാധനം അത് മേടിക്കുക, അത്രേ ഉള്ളൂ. അതിനകത്ത് കുറ്റോ കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സഹിക്കുക. ഇനി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ അത് വേണ്ടപ്പെട്ടവരുമായിട്ട് വേണ്ടപ്പെട്ട രീതിയിൽ മാത്രം ചർച്ച ചെയ്ത് അതിനൊരു തീരുമാനത്തിൽ കൊണ്ടുവരിക. അല്ലാതെ നിങ്ങൾക്ക് വായി തോന്നിയതുപോലെ ഇന്റർവ്യൂവിൽ ഇരുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. ഈ പറയുന്ന ആളുകൾക്ക് കുറച്ച് നാണക്കേട് ഉണ്ടാക്കി കൊടുക്കാനാണ് നിങ്ങൾ ഈ ശ്രമിക്കുന്നത്. പക്ഷെ സ്വയം നേറുന്നത് നിങ്ങൾ തന്നെയാണെന്ന് മനസ്സിലായോ? ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ല അവർ ആ വീടുണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ട് ഇനി ആർക്കും ഇങ്ങനെ ഒരു സഹായം ചെയ്ത് കൊടുക്കല്ലേ എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് യോഗ്യതയില്ല. ആ കുട്ടികൾക്ക് വേണ്ടി, ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ആ വീട്, ആ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ആ വീടുണ്ടാക്കി കൊടുത്തത്. അവിടെ രേണുവിന് പോലും പറയാനുള്ള അധികാരമില്ല, അയ്യോ ഇങ്ങനൊരു സഹായം ആർക്കും ചെയ്യല്ലേ എന്ന്. എന്റെ പൊന്നു വല്യപ്പ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്ന വീടല്ല, ഇങ്ങനൊരു സഹായം ആർക്കും ചെയ്യല്ലേ എന്ന് പറയാനായിട്ട്. നിങ്ങളുടെ വിവരമില്ലായ്മയായിരിക്കും അത്. ആ വീട്ടിൽ കയറി കിടന്ന് താമസിച്ചിട്ടാണ് നിങ്ങൾ ഈ നന്ദി കെട്ട വർത്താനം അല്ലെങ്കിൽ നാണം കെട്ട വർത്താനം പറയുന്നത്. വളരെ ചീപ്പാണ്. സംസ്കാരം മനസ്സിലായി, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് യോഗ്യതയില്ല പറയാനായിട്ട് ഇനി ഇങ്ങനൊരു സഹായം ആർക്കും ചെയ്യല്ലേ എന്ന്. നിങ്ങൾക്ക് ആരും ഒരു കുന്തവും ചെയ്ത് തന്നിട്ടില്ല. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഞാൻ വീണ്ടും പറയുന്നത്, വീടിന് അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു വീഡിയോ എടുത്ത് കാണിക്കേ. വീഡിയോ എടുത്ത് അതിന്റെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അത് ഡീൽ ചെയ്യും. നിങ്ങൾക്കത് ശരിയായി കിട്ടും. ഇത് ആൾക്കാരെ വായടപ്പിക്കാൻ വേണ്ടി സ്വയം നേറുക, നന്ദിയുടെ വർത്തമാനം പറയാൻ വളരെ മോശം കേട്ടാ. അവരെ അവിടെ താമസിപ്പിക്കാൻ, ഈ ഉണ്ടാക്കുന്ന പറയുന്ന ആളവിടെ താമസിപ്പിക്കാനും നാട്ടുകാർ പറയുന്ന ആൾക്കാരവിടെ താമസിക്കാനും അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഒരു സഹായം ചെയ്യരുത്. ഈ ഒരു സഹായം കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനപ്രയാസം കൂടി പറയാം. ഞങ്ങളെ നോക്കണ്ട. ഈ കുഞ്ഞിനെ ഓർത്തോ, ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ഓർത്തോ. കിച്ചു അവന് 21 വയസ്സായി. സുധി മരിക്കുമ്പോൾ അവന് 19 വയസ്സുണ്ട്. അവന് കോളേജിൽ പഠിക്കുന്ന ഒരു പുരുഷന്. പറയുന്നില്ല അവൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ? അവനെ ഞങ്ങൾ നാളെ പോകാം. ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് പോകും? അല്ല, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇവരോട് അവിടെ താമസിക്കേണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞിട്ടില്ല. ശരിയാണ്, രേഖാപൂർവം ഇത് കുട്ടികളുടെ പേരിലുള്ള വീടാണ്. കുട്ടികൾ അവിടെ താമസിക്കേണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞിട്ടില്ല. ശരിയാണ്, രേഖാപൂർവം ഇത് കുട്ടികളുടെ പേരിലുള്ള വീടാണ്. കുട്ടികൾ അവിടെ താമസിക്കേണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞിട്ടില്ല. ശരിയാണ്, രേഖാപൂർവം ഇത് കുട്ടികളുടെ പേരിലുള്ള വീടാണ്.
പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ആ വീട്ടിൽ ഇട്ടിട്ട് ഇവർക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അതിന്റെ കൂടെ അതിന്റെ അമ്മ വേണം. രേഖാപൂർവം ശരിയാണ്, കുട്ടികളുടെ പേരിലുള്ള വീടാണ്. പക്ഷെ അതിന്റെ അമ്മ ഇല്ലാതെ എങ്ങനെ ആ കൊച്ചവിടെ സർവൈവ് ചെയ്യും? ഒരു കോമൺ സെൻസ് വേണ്ടേ? ഇവിടെ നാട്ടുകാരൊന്നും പറയുന്നില്ല ഇന്ന ആൾക്കാർ മാത്രം താമസിച്ചാൽ മതി, വേറെ ആരും താമസിക്കേണ്ട, നാട്ടുകാർ പറയുന്നവർ മാത്രം താമസിച്ചാൽ മതി, അങ്ങനെയൊന്നും ഇവിടെ ആരും പറയുന്നില്ല. ഓക്കെ, കിച്ചു അവിടെ താമസിക്കുന്നില്ല എന്നുള്ളത് വേറൊരു പ്രശ്നം. അതിന് ഇപ്പൊ നമുക്ക് അതിന് ചർച്ച ചെയ്യണ്ട. പക്ഷെ ഒരു 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ മാത്രം ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അതിന്റെ കൂടെ അമ്മയും വേണം. വല്യപ്പൻ നിൽക്കുന്നുണ്ടെങ്കിൽ വല്യപ്പന് നിന്ന് ഒരു വിഷയമില്ല. ഇത് എപ്പോഴാണ് പ്രശ്നമാകുന്നത്? കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന വീട്ടിനകത്ത് കയറി താമസിച്ചിട്ട് വീടിനെ പറ്റി ഒരു തെളിവുമില്ലാതെ ഇങ്ങനെ കുറ്റം പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഓക്കെ, നിങ്ങൾ എവിഡൻസ് വെച്ച് നിരത്തി, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളൊരു വീഡിയോ ഫോട്ടോ വെച്ച് കാണിക്കുക, എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. മനസ്സിലായോ? ഇതിന് വേണ്ട രീതിയിലൊരു നടപടി ഉണ്ടാകും. പിന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മെയിൻ്റനൻസ് ആണെങ്കിൽ നിങ്ങൾ അതങ്ങ് ചെയ്, പ്രശ്നമില്ലല്ലോ. ഇതൊക്കെ സമാധാനമുള്ള കാര്യമല്ലേ? അതിന് പകരം ഈ സഹായിച്ചവരെ എല്ലാം പൊട്ടന്മാരാക്കുന്ന രീതിയിൽ വന്നിരുന്നിട്ട് ഇനി ആർക്കും സഹായം ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഒരു സഹായം ആർക്കും വേണ്ട, ഞങ്ങൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്നൊക്കെ പറയുമ്പോൾ ഒന്നാലോചിച്ച് നോക്കി, വീടില്ലാതെ നിങ്ങളുടെ അവസ്ഥ എന്ത് ബുദ്ധിമുട്ടായിരിക്കും? വീട് കിട്ടിയപ്പോൾ പറയുന്നത് വീട് കിട്ടിയതോട് ബുദ്ധിമുട്ടാണെന്ന്. അല്പം നന്ദി, അല്പം ഒരു മനസാക്ഷി ഉള്ള രീതിയിൽ സംസാരിക്കും. പലരുടെയും കഷ്ടപ്പെടല്ലേ വീട്. ഇവിടെ ആരും ഇത് ഞങ്ങൾ കൊടുത്ത വീടാണ്, ഞങ്ങൾ തന്ന വീടാണ് എന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങളത് പറയിപ്പിക്കും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വർത്താനം കൊണ്ട്. ഇങ്ങനെ നിങ്ങൾ വന്ന് നെഗറ്റീവ് പറയുമ്പോഴത്തേനും ആൾക്കാർക്ക് തോന്നും, ഇത് ആളുകൾ സഹായിച്ച വീടല്ലേ, എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവർക്ക് അതങ്ങ് പരിഹരിച്ച് പോയാൽ പോരെ എന്നൊക്കെ പറയേണ്ട ഒരു അവസ്ഥ വരും. ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും സ്വപ്നമാണ്. അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാന്യമായ രീതിയിൽ പരിഹരിച്ച് പോകാൻ നോക്ക്. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇന്റർവ്യൂവിൽ ഇരുന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണുള്ളത്? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോ ബൈ.